ഹായ് ഫ്രണ്ട്സ്, ഇതാട്ടോ വയനാട് ട്രിപ്പിൻ്റെ ലോങ് വീഡിയോ. അപ്പം നമ്മൾ ഒരു 7:30 ആയപ്പോഴത്തേക്കും ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ടോ. ചേച്ചീൻ്റെ വീട് ബാലുശ്ശേരി മഞ്ഞപ്പാലം അവിടേക്കാണ്. നിങ്ങൾക്ക് അറിയില്ല, കോഴിക്കോട് തന്നെയാട്ടോ സ്ഥലം. അങ്ങനെ അവിടെ എത്തിയപ്പം ചേച്ചീൻ്റെ മോളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയിലെത്തി ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല, ഞാൻ എൻ്റെ ഫോണിലെടുത്തില്ല കേട്ടോ. പിന്നെ നേരെ പാട്ട് പാടാൻ തുടങ്ങി, മൈക്കൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി. അപ്പോൾ ഞാൻ അവരെടുത്ത് ഞാൻ ബാക്കിലോട്ടായിരുന്നു ഇരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇവർ പാട്ടൊക്കെ പാടാൻ തുടങ്ങിയപ്പോൾ ഫ്രണ്ടിലോട്ടേക്ക് ഇരുന്ന വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്ലോക്കായിരുന്നു കേട്ടോ വയനാട്. അവിടെ എത്തിയപ്പം നല്ല രസമുണ്ടായിരുന്നു, കാഴ്ച കണ്ടപ്പോൾ നല്ല രസമായിരുന്നു. ഫ്രണ്ടിലോട്ട് ഇരുന്നതിനെ കൊണ്ട് തന്നെ സിംഗിൾ സീറ്റ് കിട്ടി, വിൻഡോൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കാട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ചുരത്തിൻ്റെ മുകളിൽ ഹെവി ബ്ലോക്കാണ്. 6-ാം വളവ് വരെ ഈ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താക്കി, ജസ്റ്റ് ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അതെൻ്റെ അനിയനാണ്, അവനോടൊക്കെ ഹായ് പറയാൻ പറഞ്ഞ്. എല്ലാവരും ഇങ്ങനെ ബ്ലോക്കിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കുക കേട്ടോ. കാരണം മെല്ലെ മെല്ലെ വണ്ടി നീങ്ങുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ചുരത്തിൻ്റെ അവിടെ എത്തി മുന്നോട്ടേക്ക് പോയപ്പോൾ വയനാട് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആ പാർക്കിൽ കയറണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കയറാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ പാർക്കല്ലേ, എന്തായാലും ഒരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പാർക്കിലോട്ടേക്ക് കയറി. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു കയറുന്നത്, ഇത് സംഭവം എൻട്രി ആട്ടോ. ഇത് ഞങ്ങൾ വിചാരിച്ചത് ഈ ഗോസ്റ്റിൻ്റെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പല പല പ്രേതങ്ങളൊക്കെ ഉണ്ടാവുന്നത്, ഈ വണ്ടർലയിലൊക്കെ പോയാൽ കാണുന്ന ടൈപ്പ്, അതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ കയറിയപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഞാനൊന്നല്ല കേട്ടോ, എല്ലാവരും വിചാരിച്ച് ഇങ്ങനെയാണോ. കാരണം എല്ലാവരും ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാവരും വിചാരിച്ചത്. കാരണം ആ ഒരു ഗോസ്റ്റിൻ്റെ ഒക്കെ ഇതായിരിക്കും സംഭവമായിരിക്കും, ഉള്ളിൽ കയറണം. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് എന്തായാലും ഇതിൽ കയറി നോക്കാം, പേടിക്കുന്നതായിരിക്കും, എന്നാലും കയറാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷേ അതല്ല സംഭവം. ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് വേണം നമ്മൾ ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് എത്താൻ, ആ റൈഡ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന്, ഒത്തിരി നടക്കാനുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം. പിന്നെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി വീഡിയോയിലില്ലാന്നും പറഞ്ഞ് ഓടി വന്നതാണ്. ഉള്ളിലോട്ടേക്ക് അങ്ങനെ ഞങ്ങൾ എത്തിയപ്പം കുറേ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ആ ഒരു സ്ഥലവും ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇതില്ല കേട്ടോ കയറിയത്. ഞാനിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ടെമ്പിൾ റണ്ണ് പോലെ അങ്ങനത്തെ റൈഡൊക്കെ അല്ലേ നമ്മൾ കയറി ഇരുന്നിട്ട് ഇതിലൂടെയൊക്കെ പോകുന്നത്, അതാണെന്ന് വിചാരിച്ചത്. സത്യം പറയട്ടെ, കയറി പോയല്ലോ എന്ന് ആലോചിച്ച് പോയി. ഇത് കഴിഞ്ഞപ്പോൾ പാമ്പ്, മുതല, പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് വീഴുന്നത് പോലെ, അത്രയും ഞാൻ ആർക്കും വിളിയായിരുന്നു കേട്ടോ. നമുക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറുന്നത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ ചേച്ചിയും വാവയും പിന്നെ വേറെ 2 പേര്, അതായത് മാമിയും പിന്നെ കസിൻ്റെ വാവ ഉണ്ടായിരുന്നു, അവളെയും കൂട്ടിയിട്ടാട്ടോ കയറിയത്. നല്ല അതായത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൈഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, റൈഡൊക്കെ ഉണ്ട്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഓരോ ഭാഗത്തേക്ക് വരുമ്പോഴും നമുക്ക് എല്ലാത്തിലും കയറാൻ തോന്നിട്ട്, പക്ഷേ എല്ലാത്തിലൊന്നും കയറിയിട്ടില്ല. അങ്ങനെ പിന്നെ പൂളൊക്കെയാണ് വരുന്നത്. പൂളൊക്കെ കാണുമ്പം നല്ല ഭംഗിയുണ്ട്, ഈ വെള്ളമൊക്കെ അങ്ങനെ പോകുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു സംഭവത്തിൽ കയറിയില്ല, പക്ഷേ ആ കുട്ടി കയറുന്നത് അങ്ങനെ കുറച്ച് നോക്കുന്നത്. എന്തായാലും ആ കുട്ടി അത്യാവശ്യം അതിൻ്റെ മുകളിൽ വരെ എത്തി. രണ്ടാമത്തെ സിപ്പ് ലൈനാണ്, ഇതിൽ ഞാൻ കയറി. ഇത് അടിപൊളിയാട്ടോ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ ഒരു റൈഡിൻ്റെ പേര് എനിക്കറിയില്ല. ഈ ഒരു എന്താ വെച്ചാൽ അഡ്വഞ്ചറാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ 2 കയറ് പിടിച്ചിട്ട് ഊഞ്ഞാൽ പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കാലെടുത്ത് അങ്ങോട്ട് ഇങ്ങനെ വെക്കണം. പക്ഷേ എനിക്കത് പറ്റൂല എന്ന് എനിക്ക് തന്നെ തോന്നി, അതുകൊണ്ട് ഞാൻ കയറിയില്ല. പക്ഷേ കസിൻസ് 2 പേര് കയറി. അപ്പം അവർ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇവർ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ചെയ്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. കാലൊന്നും തെറ്റിപ്പോയിട്ടൊന്നുമില്ല. ചില ആളുകൾക്ക് കാലൊക്കെ തെറ്റി വീഴുന്നൊക്കെ ഉണ്ടായിരുന്നത്, ആ മോനൊക്കെ അതായത് നോർമലി തെറ്റിപ്പോവും. ചില ആൾക്കാർ നല്ല നമുക്ക് ടെൻഷൻ കൂടി കഴിഞ്ഞാൽ എന്തായാലും തെറ്റും. പക്ഷേ അവർക്ക് ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആയിട്ട് കയറിയതാണ്, ഭയങ്കര ഇഷ്ടം. കയറിയപ്പോഴും വലിയ കുഴപ്പമില്ല. പിന്നെ എന്തായാലും ഒരു അബദ്ധം പറ്റിപ്പോവുമല്ലോ കയറി കഴിഞ്ഞാൽ. ഞാനൊക്കെ കയറുകയാണെങ്കിൽ എന്തായാലും വീഴും, അതുകൊണ്ട് പിന്നെ കയറാനും പോയില്ല. അങ്ങനെ അവരിങ്ങനെ ഓരോ, അതായത് നമ്മൾ ഈ ഒരു സംഭവമില്ല, ഇങ്ങനെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കയറിൻ്റെ ഒരു സംഭവം. കയറൊക്കെ പിടിച്ച് ഒരു ബലൂണൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ എന്താ പറയുക ടാസ്കുകളാണ് വരുന്നത് ഫുള്ള്. ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ ബലൂണ് പിടിച്ചിട്ട് പോവുക. പിന്നെ അടുത്ത സെക്ഷൻ ആണെങ്കിൽ കയറിൻ്റെ മുകളിൽ തൂങ്ങിയിട്ട്. പിന്നെ നെക്സ്റ്റ് ഏട്ടനാട്ടോ, ആ ബ്ലാക്ക് വരുന്നത് ഏട്ടനാണ്. ഏട്ടന് ഭയങ്കര ഇൻട്രസ്റ്റ്, എന്നെ കുറേ വിളിച്ചിട്ട് പോരിയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നത്. പേടി നല്ല ടെൻഷൻ, എന്താ പറയുക, ചെയ്യാൻ പറ്റുമോ, പകുതി വെച്ച് നിന്ന് പോവുമോ എന്നൊക്കെ ഉള്ളൊരു പേടി. വീണൊക്കെ പോയാൽ തീർന്നില്ലേ. അപ്പോൾ ഏട്ടൻ പെട്ടെന്ന് ചെയ്ത് കേട്ടോ. അപ്പോൾ ഏട്ടൻ കയറി എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടിലോട്ടാണ് പോയത്. റിസോർട്ട് എന്നല്ല, നമുക്കൊരു ഹോം സ്റ്റേ ലുക്കാട്ടോ വരുന്നത്, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നല്ല എന്താ പറയുക, ചെറിയ വഴിയില്ലേ, അത്യാവശ്യം കാടൊക്കെയുള്ള അങ്ങനത്തെ ഒരു വഴി കൂടിയാണ് പോയത്. അങ്ങനെ അവിടെ എത്തി. ഇതൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളാട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും, കാരണം അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആട്ടോ അടുത്തുള്ളത്.
ഞാൻ നേരെ റൂമിലേക്കല്ല കയറിയത്, നേരെ ഊഞ്ഞാലിലേക്കാട്ടോ കയറിയത്. ഫ്രണ്ടിൽ തന്നെ ഊഞ്ഞാലുണ്ട്. പിന്നെ നേരെ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ 2:30-3 മണീൻ്റെ അടുത്തായിട്ടുണ്ട്. അങ്ങനെ ആ ഫുഡും കഴിച്ച് നേരെ പൂളും തപ്പി ഇറങ്ങി. അത് കഴിഞ്ഞത് നമ്മുടെ ഡൈനിങ് ഹാളാട്ടോ. ഇത് മുകളിലത്തെ റൂമാട്ടോ വരുന്നത്, മുകളിലുള്ള ഫസ്റ്റ് റൂം, അതേപോലെ തന്നെ സെക്കൻഡ് റൂം, പിന്നെ തേർഡ്, അങ്ങനെ 3 റൂമാണ് മുകളിൽ വരുന്നത്. ആ 2 റൂമില്ലേ ഇപ്പോൾ ഞാൻ കാണിച്ച ഈ 2 റൂമിലെ കാഴ്ച അടിപൊളിയാട്ടോ. ആ ഒരു കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറ്റി നേരെ പൂളിലോട്ടേക്ക് ഇറങ്ങി. കാരണം മക്കൾസൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി കാത്തിക്കുക. അപ്പോൾ എനിക്കാണെങ്കിലും വേഗം ഇറങ്ങണം. ഞാൻ നേരെ കിഡ്സിൻ്റെ ആ ഒരു ഭാഗത്തേക്കാട്ടോ ആദ്യം ഇറങ്ങിയത്. അവരൊക്കെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിച്ച് കളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഏട്ടൻ ഇറങ്ങി, ഏട്ടൻ നോക്കി. ഞാൻ നേരെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഇറങ്ങി. അവിടെ നിന്നും കുറച്ച് നേരമൊക്കെ കളിച്ച് അങ്ങനെ മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 4 മണി 7 മണി 4 to 7 മണി വരെ ഞാൻ ആ പൂളിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് ആയപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്, വീട്ടിൽ നിന്നായി പോയിട്ടോ, സോറി, നമ്മൾ റിസോർട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. ഉച്ചത്തെ ഫുഡ് കൊണ്ടുവന്നതും നൈറ്റ് ഫുഡ് ഞങ്ങൾ സാധനം വാങ്ങി ഉണ്ടാക്കിയതും. പിന്നെ ഫുള്ള് ഡാൻസൊക്കെ ആയി, എല്ലാവരുമായിട്ട് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കുറച്ച് നേരം. അങ്ങനെ നേരെ പോയി കിടന്ന് പിറ്റേന്നായപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. ഞാൻ എനിക്ക് 9 മണിയായി. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ മാറ്റി ബാക്കിയുള്ളവരൊക്കെ പൂളിൽ പോയി. ഞാൻ അങ്ങനെ പൂളിലേക്ക് ഇറങ്ങിയില്ല. പിന്നെ നേരെ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് നേരം ചായ അവിടുന്ന് ഫോണിലൊക്കെ കളിച്ച് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് ചാർജ് ചെയ്ത് പിന്നെ നേരെ നമ്മൾ അപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങാനായിട്ടുണ്ട്. ചായ ഞങ്ങൾക്ക് അവിടെ തന്നെ കിട്ടി, ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ച് പിന്നെ ഉച്ചയാകുമ്പോഴാണ് ഇറങ്ങിയത്. നേരെ പുറത്തുനിന്ന് ഞങ്ങൾ ചോറാട്ടോ കഴിച്ചത്, ഒരു മിനി സദ്യ എന്നൊക്കെ പറയാം. അതും കഴിഞ്ഞ് നേരെ ഒരു കുൽഫിയും കഴിച്ചിട്ടോ. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ട്, കാരണം ഉച്ചത്തെ ഫുഡ് എനിക്ക് അത്ര വലിയ ലൈക്കായില്ല, ചോറ് തീരെ വെന്തില്ലായിരുന്നു. അപ്പം നേരെ വേറെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ എന്താക്കി കുൽഫി വാങ്ങിച്ച് പിന്നെ നേരെ പൂക്കോടേക്ക് പോയി. അവിടെ ഇറങ്ങിയതും ഒരു ചോളൊക്കെ വാങ്ങിച്ച് അതും കഴിച്ച് അങ്ങനെ പൂക്കോടേക്ക് നീങ്ങി കേട്ടോ. അവിടെ ബോട്ടിങ് കാര്യങ്ങളുണ്ട്. ബോട്ടിങ്ങിലൊന്നും കയറിയില്ല, ജസ്റ്റ് അതിലൂടെ ഇങ്ങനെ നടന്ന്. ബാക്കി എല്ലാവർക്കും വയ്യാന്നും പറഞ്ഞ് ആ ഒരു കയറുന്നിടത്ത് തന്നെ ഇരുന്ന് ഞങ്ങളൊരു 4 പേര്, ഞാനും ചേച്ചി പിന്നെ വേറെ അതായത് 2 കസിൻസും കൂടി നടന്ന് എന്നിട്ട് ആ വള്ളിയിലൊക്കെ പിടിച്ച് തൂങ്ങി. ഇവളാട്ടോ അവിടുത്തെ മെയിൻ. കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഭയങ്കര സന്തോഷം. അത്രയും നടക്കാനും ഉണ്ട്, കുറേ വള്ളിയുണ്ട്, കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു അവിടെ. തിരിച്ച് വരികയാണെങ്കിൽ നമുക്ക് ആ തിരിച്ച് വരുന്നതിൻ്റെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ പോലും അവിടെ എത്തിയപ്പോൾ ഞാനതൊക്കെ മറന്നു. കാരണം ഞങ്ങൾ അത്ര അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ നേരെ ഞങ്ങൾ തിരിച്ച് വന്ന് അതായത് പൂക്കോട് നിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇതാട്ടോ ഞങ്ങളെ വണ്ടി. അങ്ങനെ എല്ലാവരും വണ്ടിയിലോട്ടേക്ക് കയറി. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചായയും കൂടി കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിച്ച്. പക്ഷേ ചുരത്തിൻ്റെ മുകളിൽ എത്തുമ്പോൾ ഒന്നും ഫുള്ള് വണ്ടി അനക്കൊണ്ട് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പറ്റിയില്ല. പിന്നെ പോകുന്ന വഴിക്കൊരു ഷോപ്പിൽ ഇറങ്ങി. അതായത് ചുരത്തിൻ്റെ മുകളിൽ എത്തുന്നതിൻ്റെ മുന്നേ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് ഇവർക്ക് എന്തൊക്കെയോ വാങ്ങാണ്ടായിരുന്നു. ഇത് ഹണി മാംഗോ എന്ന് പറഞ്ഞൊരു സംഭവം. എനിക്ക് ഒന്നൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, കുറേ ഒന്നും കഴിക്കാൻ പറ്റില്ല. അത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഓവർ ഈ മധുരമൊക്കെ ആകുമ്പോൾ മത്ത് പിടിക്കുമല്ലോ. പിന്നെ എല്ലാവരും നേരെ വണ്ടിയിലോട്ടേക്ക് കയറിയിട്ട് ചുരം ഇറങ്ങി. കാരണം ചുരത്തിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെയൊക്കെ ഫുൾ വണ്ടി. പിന്നെ അതിൽ നല്ല ചാറ്റൽ മഴയല്ലേ അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് മഴ ഉണ്ടെങ്കിൽ എവിടെ ഇറങ്ങാൻ പറ്റൂലെന്ന്, ചായയൊക്കെ സ്കിപ്പാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചായയൊക്കെ കുടിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് അത്ര ബ്ലോക്കൊന്നും കിട്ടിയില്ല. വരുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല ബ്ലോക്കായിരുന്നു. ഇപ്പോൾ ആ ഒരു വൈകുന്നേരം ടൈം അതിനെക്കൊണ്ട് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു, ബ്ലോക്ക് കിട്ടുമോയെന്നൊരു. പക്ഷേ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയപ്പം അവിടെ ഒരു ഷോപ്പ് കയറി. അവിടെ 2 ചെക്കന്മാരാട്ടോ ഷോപ്പിലുള്ളത്. അവർ നടത്തുന്ന ഷോപ്പാണ്. അപ്പോൾ അവരോട് കുറേ ഡീറ്റെയിൽസ് മാമ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കുറേ ആയോ, എങ്ങനെയുണ്ട് എന്നൊക്കെ. അവരിങ്ങനെ ഒരു കൗതുകമാണല്ലോ ഈ ചെറിയ ചെക്കന്മാരൊക്കെ ഷോപ്പ് നടത്തുകയെന്ന് പറയുമ്പോൾ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കാടമുട്ട, ഗ്രീൻ പീസ്, പൊരിച്ച പത്തിരി, പഴംപൊരി, പിന്നെന്താ സമൂസ, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ഫുൾ വണ്ടിയിലോട്ട് കയറിയിട്ട് ഡാൻസൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ഇരുന്നിടത്ത് തന്നെയാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത്, എനിക്ക് നിൽക്കാൻ വയ്യ. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഫുള്ള് നിന്നിട്ട്, എല്ലാവരും നിന്നിട്ടില്ല. ഇടയ്ക്ക് കുറച്ച് ആൾക്കാരിരിക്കും, കുറച്ച് ആൾക്കാർ നിൽക്കും. അങ്ങനെ നമുക്ക് ട്രാവലറിൽ അത്ര സ്പേസ് അല്ലേ വരുള്ളൂ കളിക്കാൻ. പക്ഷേ ഞാൻ നേരത്തെ പൂക്കോട് നിന്ന് കാണിച്ചൊരു ഈ ഒരു ഐറ്റമില്ലേ ബ്ലാക്ക്, അവൾ ഫുള്ള് എനിക്ക് തോന്നുന്നത് ആ ഒരു ചായ കുടിച്ച് കഴിഞ്ഞ് വീട് എത്തുന്നവരെ ഫുൾ ഡാൻസാട്ടോ. കാരണം എന്താ വെച്ചാൽ എവിടെ നിന്നോ ഒരു പവർ അങ്ങ് വന്ന പോലെ ഫുൾ ഡാൻസ്, പാട്ട്. മാമി അതേപോലെ തന്നെ. ഇവർ 2 പേരും ഞാനിവരെ വീഡിയോസൊക്കെ എടുത്ത് മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഒന്നാമത് നിന്ന് കഴിഞ്ഞാൽ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ വീഴാൻ പോവും. കാരണം അത്രയും സ്പേസ് അത്രയല്ലേ ഉള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കൂടി കേട്ടോ പോയത്. ഫുഡ് മന്തിയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളൊരു 7 മണി 7:15 ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. താങ്ക് യു.